ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ. Come and see this tiny miracle. There's a spiritual presence here. Oh, come and see this tiny being and know we're seeing the Holy Christ. ഈ വരദനയനം സുന്ദരാവതനുവർണം. ഈ വരദനയനം സുന്ദരാവതനുവർണം. ഇശായി വംശധനുഷാകെ ഇശായി വംശധനുഷാകെ ദാവീദ് ഗോത്രേ ശ്രീയേശുജാതം ആദിമധ്യാനന്ദാമൃതം. ദാവീദ് ഗോത്രേ ശ്രീയേശുജാതം ആദിമധ്യാനന്ദാമൃതം. ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ. ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ. ഒരു താരം പിടിച്ചിന്നി മനതാരിൽ കുളിരേകിയ രാവ്. ഹിമഗണവും നറുമലരും തിരുസുതനെ വരവേറ്റൊരു രാവ്. ജിൽ 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 കേಳುವ ಶಬ್ದ, ಕ್ರಿಸ್ಮಸ್ ತಾತನ ಕುಣಿತದ ಶಬ್ದ. ಧುಮ್ ಜಗದುಮ್ ಕುಣಿಯುವ ಶಬ್ದ, ಸಿಹಿಯನ್ನು ಹಂಚುವ ಹಾಡುವ ಶಬ್ದ. ಜಿಲ್ 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 ಕೇಳುವ ಶಬ್ದ, ಕ್ರಿಸ್ಮಸ್ ತಾತನ ಕುಣಿತದ ಶಬ್ದ. ಧುಮ್ ಜಗದುಮ್ ಕುಣಿಯುವ ಶಬ್ದ, ಸಿಹಿಯನ್ನು ಹಂಚುವ ಹಾಡುವ ಶಬ್ದ. ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ. ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ. ಯೇಸು ಲೋಕದ ನಾಯಕ, ಗೋದಲಿಯಲ್ಲಿ ಜನಿಸಿದ ಮಾನವ ಕುಲದ ರಕ್ಷಕ, ಪಾಪಿಗಳನ್ನು ಕ್ಷಮಿಸಿದ. ಯೇಸು ಲೋಕದ ನಾಯಕ, ಗೋದಲಿಯಲ್ಲಿ ಜನಿಸಿದ ಮಾನವ ಕುಲದ ರಕ್ಷಕ, ಪಾಪಿಗಳನ್ನು ಕ್ಷಮಿಸಿದ. ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ. ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ.
ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ ಕಾರ್ಯಗಾನದ ಮಂಚಗೆ ಪ್ರೀತಿಯ ಮಾರ್ಗವ ತೋರಿದ ಕತ್ತಲ ತುಂಬಿದ ಜಗಕ್ಕೆ ಪ್ರಭೆಯ ನಕ್ಷತ್ರ ಉದಿಸಿದ ದಾರಿಯ ಕಾಣದ ಮನಜಗೆ ಪ್ರೀತಿಯ ಮಾರ್ಗವ ತೋರಿದ ಕತ್ತಲ ತುಂಬಿದ ಜಗಕ್ಕೆ ಪ್ರಭೆಯ ನಕ್ಷತ್ರ ಉದಿಸಿದ ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ ಜಿಲ್ 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 ಕೇಳುವ ಶಬ್ದ ಕ್ರಿಸ್ಮಸ್ ತಾತನ ಕುಣಿತದ ಶಬ್ದ ಮುಂಜಗನು ಕುಣಿಯುವ ಶಬ್ದ ಸಿರಿಯನ ಹಂಚದ ಹಾಡುವ ಶಬ್ದ ಜಿಲ್ 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 ಕೇಳುವ ಶಬ್ದ ಕ್ರಿಸ್ಮಸ್ ತಾತನ ಕುಣಿತದ ಶಬ್ದ ಮುಂಜಗನು ಕುಣಿಯುವ ಶಬ್ದ ಸಿರಿಯನ ಹಂಚದ ಹಾಡುವ ಶಬ್ದ ಕ್ರಿಸ್ಮಸ್ ಶುಭಾಶಯ ಹೊಸ ವರುಷದ ಹರುಷದ ಶುಭಾಶಯ 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 ಹರುಷದ ಶುಭಾಶಯ ಹರುಷದ ಶುಭಾಶಯ Come and see this tiny miracle. Come and see this holy child. Come and see this tiny miracle. Come and see this holy child. Come and see this tiny miracle. There's a spiritual presence here. Oh, come and see this tiny being and know we're seeing the Holy Christ child. Come and see this tiny miracle. Come and see this holy child. Come now and see this tiny miracle.
നീതി ദിവാകരം കമനീയം ഗോശാലശ്രീ യേശു സന്നിധാനം. ആദിമത്യാനന്ദാമൃതം ഇന്ദീ വരദല നയനം. ശീതളമന്ദസമീരൻ പാടി ഹല്ലേലൂയാ. ഗഗനഗലീലയിൽ ചന്ദന ശീതളമന്ദസമീരൻ പാടി ഹല്ലേലൂയാ. അത്യുന്നതങ്ങളിൽ ദേവനു മഹത്വം, അത്യുന്നതങ്ങളിൽ ദേവനു മഹത്വം. ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്കു ശാന്തി ഇന്ദീ വരദല നയനം. കടലും തിരയും തീരവും ഒന്നാം ദിവ്യസംഗമം ദിവ്യസംഗമം ദിവ്യസംഗമം. കരയും കടലും തിരയും തീരവും ഒന്നാം ദിവ്യസംഗമം ദിവ്യസംഗമം. ആരാവിൽ സ്വർഗം താണിറങ്ങി വന്നു, ധരണിയിൽ ദേവസുതൻ നമുക്കൾ വംശധർഷാകെ ദാവീദ് ഗോത്രേ ശ്രീയേശു ജാതം ആദിമത്യാനന്ദാമൃതം. ദാവീദ് ഗോത്രേ ശ്രീയേശു ജാതം ആദിമത്യാനന്ദാമൃതം.
നിന്റെ വരതല നയനം. ആഹ്ലാദം തിരതല്ലുകയാൽ ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ പിന്നിന്റെ മൗലിയിൽ ശുഭതാരകതിലകം മണ്ണിന്റെ മാറിൽ ദേവനന്ദന ജനനം ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ വനതരുനികളെ നിരന്തരം വികിരഗണം ചേർന്നു പാടി ഇതരേതര വേദങ്ങൾ കരുതി വരും പുതുയുഗ സ്വാഗത ഗീതം ഇതരേതര വേദങ്ങൾ കരുതി വരും പുതുയുഗ സ്വാഗത ഗീതം ആനന്ദം കരകവിയുകയാൽ ആഹ്ലാദം തിരതല്ലുകയാൽ
നീലരാവിൽ പാഴ്ക്കുടിലിൻ മൂകതയിൽ കാതരയാം കന്യകതൻ താരാട്ടിൻ ഈണം മറന്നു വിതുമ്പുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. മകൻ ദീർഘനിശ്വാസധാരകൻ ചൂടേറ്റു പൈതൽ മന്ദഹസിപ്പൂ. അമ്മകൻ ദീർഘനിശ്വാസധാരകൻ ചൂടേറ്റു പൈതൽ മന്ദഹസിപ്പൂ. തോഴരാം പാലികൾ ചിരകാന്ത ഗായകർക്കൊപ്പം ഈ ജ്ഞാനികൾ നമിച്ചിടുന്നു. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. പിന്നിന്റെ മൗലിക ശുഭതാരക തിലകം, മണ്ണിന്റെ മാറിൽ ദേവനന്ദന ജനനം. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ. ആനന്ദം കരകവിയുകയാ, ആഹ്ലാദം തിരതല്ലുകയാ.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പേരക്കട എബനേസർ മാർത്തോമ ഇടവകയുടെയും ഗായസംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. സർവ്വ മാനവജാതിയുടെയും വീണ്ടെടുപ്പുകാരൻ രക്ഷകനുമായി ഭൂമിയിൽ അവതരിച്ചവനായ ദൈവം ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും അനുഭവങ്ങളിൽ നിന്ന് വിടുതലും സമാധാനവും സന്തോഷവും ലോകത്തിന് പകരുവാനായിട്ടാണ് ലോകത്തിലേക്ക് വന്നത്. മനുഷ്യൻ്റെ ഭയത്തെ ദൂരീകരിക്കുന്നതായ അനുഭവമായി ക്രിസ്മസ് നമുക്ക് ആഘോഷമായി മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ മനുഷ്യ മനസ്സുകളിലെ ഭയത്തെ ദൂരീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ക്രിസ്മസ് നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നതായ ചിന്തകൾ ഇപ്രകാരമാണ്: ക്രിസ്മസ് ദൈവത്തിൻ്റെ ഇറങ്ങി വരവാണ്. മനോജാതിയുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായി സ്വർഗത്തിൻ്റെ മഹോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതായ രക്ഷകനായ ക്രിസ്തു മനുഷ്യനെ ഉയർത്തുവാൻ സ്വർഗത്തിൻ്റെ മഹോന്നതങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട്: അവൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദാസരൂപമെടുത്ത് മനുഷ്യനോട് കൂടെ വസിക്കുവാനായിട്ട് ദൈവ സ്വരൂപത്തിൽ നിന്ന് മനുഷ്യനായി മാറിയതായ സന്തോഷത്തിൻ്റെ അനുഭവം. അപ്പോൾ നമ്മെ ഉയർത്തുവാനായിട്ടും നമ്മെ രക്ഷിക്കുവാനായിട്ടും നമ്മെ വീണ്ടെടുക്കുവാനായിട്ടും ഇറങ്ങി വന്നതായ ദൈവത്തിൻ്റെ വലിയ സ്നേഹമാണ് ക്രിസ്മസിൽ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്മസ് ഇറങ്ങി വരവിൻ്റെ അനുഭവമായി ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായ അനുഭവം. നമ്മെ ഉയർത്തുവാനായിട്ടും വീണ്ടെടുക്കുവാനായിട്ടും ദൈവപുത്രൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. രണ്ടാമത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്മസ് വഴി വിളക്കായവൻ്റെ ജനനമാണ്. ക്രിസ്മസ് കാലയളവിൽ പ്രത്യേകിച്ച് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വഴിയമ്പലങ്ങളിൽ വഴിവിളക്കുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ വഴിവിളക്കുകൾ തേടി വഴിയമ്പലങ്ങളുടെ അരികിലേക്ക് എത്തിയതായ മറിയയും ജോസഫിനെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ വഴിവിളക്കുകൾ പകർന്നു നൽകിയതായ വെളിച്ചം സത്രങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരിക്കലും അവർക്ക് അവസരങ്ങൾ നൽകിയില്ല. എല്ലാ വാതിലുകളും അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെടുകയാണ്. അപ്പോൾ അടയ്ക്കപ്പെട്ടതായ ജീവിതാനുഭവത്തിൽ അവർ വഴിയമ്പലങ്ങളിൽ സ്ഥലമില്ലാതെ പുൽക്കൂടിൽ യേശു കുഞ്ഞിന് ജനനം കൊടുക്കുവാൻ തക്കവണ്ണം ഒരുക്കപ്പെടുന്നു. എന്നാൽ അങ്ങനെ വഴിയമ്പലത്തിൽ സ്ഥലമില്ലാതെ വഴിയരികിൽ പിറന്നു വീണതായ ക്രിസ്തു സാന്നിധ്യം അവൻ ലോകത്തിന് വഴി വിളക്കായി മാറുകയാണ്. വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു. ഈ ക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവത്തിൻ്റെ അരികിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് വഴികാട്ടിയായി മാറുന്നു. ലോകത്തിന് വഴികാട്ടി, നമ്മൾക്ക് രക്ഷയുടെ വഴികാട്ടി, ജീവൻ്റെയും പുതുക്കത്തിൻ്റെയും അനുഭവത്തിൽ നമ്മെ നയിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തമാക്കുവാനായിട്ട് സ്വർഗോന്നതികളിൽ നിന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി വഴികാട്ടിയായി നമുക്ക് മുൻപേ നടന്നവൻ. അതുകൊണ്ട് ക്രിസ്തു കാട്ടിയതായ വഴിയിലൂടെ സഞ്ചരിക്കുവാനായിട്ട് ഇന്നിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ക്രിസ്മസ് അർത്ഥപൂർണമായ അനുഭവമായി നമുക്ക് മാറ്റപ്പെടുന്നത്. അതുകൊണ്ട് വഴിവിളക്കായി മാറിയവൻ്റെ ജനനമാണ് ക്രിസ്തുമസ്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പങ്കിടലിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ്. ക്രിസ്മസ് പങ്കിടലിൻ്റെ ആഘോഷമെന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. അതുകൊണ്ട് ദൈവം ലോകത്തിന് നൽകിയതായ ഏറ്റവും വലിയ സമ്മാനമാണ് പുത്രനായ ക്രിസ്തു. അതുകൊണ്ട് ഈ ലോകത്തെ വീണ്ടെടുക്കുക, രക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ടാണ് തൻ്റെ സ്വന്തം പുത്രനെ ലോകത്തിന് സമ്മാനമായി നൽകിയത്. എന്നാൽ ഈ സമ്മാനമായി ലോകത്തിന് ലഭിച്ചതായ ക്രിസ്തു ലോകത്തിൽ മനുഷ്യനോട് കൂടെ പാർത്തു, മനുഷ്യൻ്റെ വേദനകളിൽ പങ്കാളിയായി, അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ ഇടപെട്ടു, പുതുക്കത്തിലേക്കും ജീവനിലേക്കും നയിക്കുവാൻ തക്കവണ്ണം ദൈവകൃപയോടെ ദൈവ സാന്നിധ്യമായി ദൈവത്തിൻ്റെ മനുഷ്യമുഖമായി ലോകത്തിന് വെളിപ്പെട്ടു. അതുകൊണ്ട് ഈ പങ്കിടലിൻ്റെ അനുഭവം, ദൈവം പുത്രനെ ലോകത്തിന് നൽകിയതായ പങ്കിടലിൻ്റെ അനുഭവം കർത്താവ് ലോകത്തിൽ പ്രവർത്തിച്ചപ്പോഴും ആ പങ്കിടലിൻ്റെ അതിമഹത്തായ അനുഭവങ്ങളെ ലോകത്തിന് പകർന്നു കൊടുത്തു. എല്ലാവർക്കും ഭക്ഷണമായി, എല്ലാവർക്കും വെളിച്ചമായി, എല്ലാവർക്കും ജീവൻ്റെ അനുഭവമായി, വഴിയും സത്യവും ജീവനുമായ ക്രിസ്തു സാന്നിധ്യം. അതുകൊണ്ട് പങ്കിടലിൻ്റെ ആ ഉത്സവമായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയുമ്പോൾ ക്രിസ്മസ് എല്ലായ്പ്പോഴും പങ്കിടുവാനായിട്ടുള്ളതായ അനുഭവങ്ങളിലേക്ക് നമ്മെ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് വിഭവങ്ങൾ കൂട്ടിവയ്ക്കപ്പെടുന്നതായ ലോകത്ത് വിഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടാത്തതായ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് അല്ലെങ്കിൽ ക്രിസ്തു നമ്മെ വെല്ലുവിളിക്കുന്നത് പങ്കിടുവാനായിട്ടാണ്, നമുക്കുള്ളതിനെ പങ്കുവയ്ക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി വിനിയോഗിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് ഇത് അനുഗ്രഹകരമായ അനുഭവമായി അല്ലെങ്കിൽ ഈ ആഘോഷത്തിന് അർത്ഥമുളവാകുന്നത്. നാലാമതായിട്ട് നമുക്ക് വായിക്കുവാനായിട്ടും ധ്യാനിക്കുവാനായിട്ടും കഴിയുന്നത് ക്രിസ്തുമസ് അടുപ്പത്തിൻ്റെ തിരുനാളാണ്. ക്രിസ്തുമസ് അടുപ്പത്തിൻ്റെ തിരുനാളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആയതായ അനുഭവത്തെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. ദൈവത്തോടു കൂടെ ആയിരുന്നവൻ ലോകത്തിലേക്ക് വന്നു, നമ്മോടുകൂടെ ആയിത്തീർന്നു. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു, ലോകമോ അവനെ അറിഞ്ഞില്ല. അപ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാനായിട്ട് നമ്മോട് കൂടെ ഇമ്മാനുവേലായ ദൈവ സാന്നിധ്യം. എന്നാൽ നാം ഈ ദൈവത്തോട് കൂടെയാകുന്നുണ്ടോ? ദൈവത്തോട് ചേർന്ന് വസിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? ദൈവത്തോട് ചേർന്ന് ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നതായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് കഴിയുന്നുണ്ട്. അങ്ങനെ കഴിയുമ്പോഴാണ് ദൈവം നമ്മോട് കൂടെയുള്ളതായ ഈ ഇമ്മാനുവേൽ ദൈവ സാന്നിധ്യം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ ക്രിസ്തു സന്തോഷങ്ങളിൽ നമ്മൾ പങ്കുചേരുമ്പോൾ, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, നാം ദൈവത്തോട് കൂടെയുണ്ടോ എന്നുള്ളത് നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് സാധിക്കണം. പ്രശസ്തനായ ഒരു ചിത്രകാരൻ കെവിൻ കാർട്ടേഴ്സിൻ്റെ ചിത്രം നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ്. ആഫ്രിക്കയിലെ ഒരു പട്ടിണി ഗ്രാമത്തിൽ നടന്നതായ ഒരു ചിത്രീകരണമാണത്. ഭക്ഷണ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നതായ ഭക്ഷണ വേസ്റ്റിൻ്റെ അരികിലേക്ക് ഭക്ഷണം തേടി എത്തുന്നതായ എല്ലും തോലുമായതായ ഒരു ചെറു ബാലൻ എന്തെങ്കിലും കഴിക്കുവാനായിട്ട് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഈ ചെറുബാലൻ ഈ മാലിന്യ കൂമ്പാരത്തിൻ്റെ അരികിലേക്ക് എത്തുന്നത്. എന്നാൽ അവിടെ ഒരു കഴുകൻ്റെ ചിത്രവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ ബാലൻ മരിച്ചു വീഴുമ്പോൾ ബാലനെ ഭക്ഷിക്കുവാനായിട്ട് കഴുകൻ ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വളരെയധികം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതായ ഒരു ചിത്രമായിട്ടാണ് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു അവാർഡ് വേളയിൽ ഒരു സ്ത്രീ ഈ കെവിൻ കാർട്ടേഴ്സിനോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ പൈതൽ എവിടെയാണ്? വേർ ഈസ് ദാറ്റ് ചൈൽഡ്? ഈ ചോദ്യം അദ്ദേഹത്തെ മുഴുവൻ ഉലച്ചു. എന്ത് മറുപടി പറയണമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം വളരെയധികം ചിന്താക്കുഴപ്പത്തിലായി. തനിക്ക് സാധിക്കുമായിരുന്നു ഈ ബാലനെ രക്ഷിക്കുവാനായിട്ട്. താൻ ഫോട്ടോ എടുത്തതായ, തനിക്ക് അവാർഡ് നേടിക്കൊടുത്തതായ ഈ ചിത്രത്തിലെ ബാലനെ താൻ വിസ്മരിച്ചു എന്നുള്ളതായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് വളരെ നാളുകൾ ഭാരത്തിൽ കഴിഞ്ഞു. അവസാനം ആത്മഹത്യയിൽ അഭയം തേടിയവനായിട്ടാണ് കെവിൻ കാർട്ടേഴ്സിനെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഇടപെടുവാനായിട്ട് സാധിക്കുന്നതായ മേഖലകളിൽ ഇടപെടുവാനായിട്ട്, എന്തെങ്കിലും നന്മകൾ ലോകത്തിന് കൈവരുത്തുവാനായിട്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ സാധിക്കുമ്പോൾ മാത്രമാണ് ക്രിസ്മസ് അനുഗ്രഹകരമായ അനുഭവമായി മാറുന്നത്. ഇത് നമുക്ക് മാത്രമുള്ളതായ ആഘോഷമായി തീരരുത്. ലോകത്തിന് മുഴുവനും വെളിച്ചം പകരുന്നതായ, സന്തോഷം പകരുന്നതായ,
ജീവൻ പകർന്നതായ അനുഭവമാക്കി നമുക്കിതിനെ മാറ്റുവാനായിട്ട് കഴിയണം. 4 ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട് ശ്രമിച്ചത്. 1, ക്രിസ്മസ് ദൈവത്തിൻ്റെ ഇറങ്ങിവരവാണ്. 2, ക്രിസ്മസ് വഴിവിളക്കായവൻ്റെ ജനനമാണ്. 3, ക്രിസ്മസ് പങ്കിടലിൻ്റെ ഉത്സവമാണ്. 4, ക്രിസ്മസ് അടുപ്പത്തിൻ്റെ തിരുനാളാണ്. ഈ ചിന്തകൾ നമ്മുടെ ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാനായിട്ട് അർത്ഥപൂർണമായ അനുഗ്രഹപൂർണമായ ക്രിസ്മസ് നാളുകൾ, പുതുവർഷത്തിൻ്റെ അനുഭവങ്ങൾ ലഭ്യമാകുവാനായിട്ട് സർവശക്തനായ ദൈവം തുണയ്ക്കുകയും സർവ്വ നന്മകളാലും എല്ലാവരെയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.